നിയ്യത്തിന്റെ ചുരുങ്ങിയ രൂപം അത് വിശദീകരിക്കാം. നിയ്യത്തിന്റെ ചുരുങ്ങിയ രൂപം നവൈതു സൗമ റമളാൻ. മുഅ്തമദായ അഭിപ്രായ പ്രകാരം, വളരെ പ്രബലമായ അഭിപ്രായ പ്രകാരം നവൈതു സൗമ റമളാൻ അങ്ങനെയാണ് കരുതൽ. അത്ര കരുതിയാൽ മതി. നവൈതു ഞാൻ കരുതി, സൗമ നോമ്പിനെ, റമളാനിലുള്ള നോമ്പിനെ. അപ്പൊ നാളത്തെ എന്ന് കരുതൽ നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാല് ചില മഹാന്മാർ നിർബന്ധം ഇല്ല എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവും റാഫി ഇമാമിന്റെ അഭിപ്രായം. നിർബന്ധമില്ല, നാളെ എന്ന് കരുതൽ നിർബന്ധമില്ല എന്നാണ്. എന്നാല് നിർബന്ധമാണ് എന്ന ചില അഭിപ്രായങ്ങളും ഉണ്ട്. അതൊക്കെ പരിഗണിച്ചിട്ട് പൂർണ്ണമായൊരു നിയ്യത്ത് നമ്മൾ വെച്ചാളാം. വെറും നവൈതു സൗമ റമളാൻ എന്ന് മാത്രം വെക്കണ്ട. നവൈതു സൗമ അങ്ങനല്ല നമ്മൾ കരുതുന്നത്. നവൈതു സൗമ ഗദിൻ അങ്ങനെയൊക്കെ നമ്മൾ കരുതാറ്. നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി, ലില്ലാഹി തആല, അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നാളത്തെ നോമ്പിനെ ഞാൻ നോറ്റുവീട്ടുവാൻ, റമളാൻ മാസത്തിലെ എന്ന നോമ്പിനെ പ്രത്യേകമായി തഈനാക്കി പറയണം. അത് ഫർളായ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ അവരുടെ നോമ്പിനെ തഈനാക്കി പറയണം. ഇതുപോലെ സുന്നത്തായൊരു നോമ്പുണ്ടാവും, അല്ല നേർച്ചയാക്കപ്പെട്ട നോമ്പുണ്ടാവും. ആ നേർച്ചയായ നോമ്പ് ഒരാള് നോക്കുന്ന സമയത്ത് അയാൾ നേർച്ചയാക്കപ്പെട്ട നോമ്പ് എന്ന് തന്നെ കരുതണം, തഈനാക്കണം. അതുപോലെ തന്നെ കഫാറത്തിന്റെ നോമ്പുണ്ട്, നിർബന്ധമായ നോമ്പാണത്. അപ്പൊ ആ കഫാറത്തിന്റെ നോമ്പ് നോറ്റ് വീട്ടുന്നവരും ഇത് കഫാറത്തിന്റെ നോമ്പാണെന്ന് തഈനാക്കണം. ഒരു ഫർളായൊരു നോമ്പ് നോക്കുന്ന ആളുകൾ ഇന്നാലിന്റെ നോമ്പാണെന്ന് തഈനാക്കൽ പ്രത്യേകം നിർബന്ധമായ കാര്യമാണ്. അത് രാത്രിയിൽ തന്നെയാവണം. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും പറയാണ്. ഈ രാത്രി നോൽക്കുന്ന നോമ്പ്, രാത്രി നമ്മള് നിയ്യത്ത് വെക്കണം, അത് ഷർത്താണ് എന്ന് പറഞ്ഞല്ലോ. അത് സുന്നത്തായ നോമ്പിന് ബാധകമല്ല. സുന്നത്തായ നോമ്പിന്റെ നിയ്യത്ത് ളുഹറിന് മുമ്പ് വെച്ചാ മതി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പല രാത്രികളിലും പട്ടിണി കിടക്കുമായിരുന്നു. രാവിലെ ആകും ഒന്നും ഭക്ഷണമില്ല. അങ്ങനെ ഭക്ഷണം ലഭിക്കാതിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, പകൽ സമയത്ത് ളുഹറിന് മുമ്പ് ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകും, അവിടെ ഭക്ഷണമൊന്നുമില്ല എന്നറിയുമ്പോ അള്ളാന്റെ റസൂല് പറയുമായിരുന്നു, അത്രേ ഇന്നി സ്വാഇം, ഞാൻ നോമ്പുകാരനാണ്. ഇപ്പൊ സുന്നത്തായ നോമ്പിന്റെ നിയ്യത്ത് ഉച്ചക്ക് മുമ്പ് വെച്ചാൽ മതി, ളുഹറിന് മുമ്പ് വെച്ചാൽ മതി. പക്ഷേ ഫർളായ നോമ്പിന്റെ നിയ്യത്ത് അത് ഉച്ചക്ക് മുമ്പ് വെച്ചാൽ പോരാ, അത് അത്താതെ സുബഹിന്റെ മുമ്പ് തന്നെ വെക്കണോ. തബീത്ത് ആവണം, രാത്രി തന്നെ ആവണോ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉസ്താദേ, ഈ റമളാനിലെ നോമ്പ് മാത്രമാണോ ആവേണ്ടത്? അല്ല, അങ്ങനെ അത് മാത്രല്ല, നേർച്ചയാക്കിയുള്ള നോമ്പ്, ഖളാ വീട്ടാനുള്ള നോമ്പ്, അതുപോലെ തന്നെ കഫാറത്തിന്റെ നോമ്പ്, ഈ നോമ്പിന്റെ നിയ്യത്തുകളെല്ലാം ഒരാള് രാത്രിയിൽ തന്നെ വെച്ചിരിക്കണോ. പകല് വെച്ചാ പോരാ, സുന്നത്ത് നോമ്പ് മാത്രം. ഒന്ന് ശ്രദ്ധിക്കണേ, സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് മാത്രമേ പകല് വെക്കാൻ പറ്റൂ, ളുഹറിന് മുമ്പ്. മറ്റ് കഫാറത്തിന്റെ നോമ്പ്, നേർച്ചയുടെ നോമ്പ്, ഖളാ വീട്ടേണ്ട നോമ്പ്, റമളാനിലെ നോമ്പ്, ഈ നോമ്പിന്റെ നിയ്യത്തുകളെല്ലാം രാത്രിയിൽ തന്നെ സംഭവിച്ചിരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ അമൽ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹ്